ഹലോ ഗൈസ്, എല്ലാവർക്കും സുഖമാണോ? ശരിക്കും പറഞ്ഞു ഒന്ന് ഇരിക്കട്ടെ. ഇപ്പം 12:45. അപ്പനും മോളും ഇപ്പം ജസ്റ്റ് ഒന്ന് പോയതേ ഉള്ളൂ. ഇനി അവരെല്ലാം പറഞ്ഞിട്ടിട്ട് ഒന്ന് സമാധാനത്തോടെ ഇരിക്കാന്ന് വെച്ചാൽ പറ്റില്ല ഗൈസ്. എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പണി ഇതേ കിടക്കുന്നു. കാണിച്ചു തരാം എൻ്റെ റൂമിൻ്റെ അവസ്ഥ. എല്ലാം ഒന്ന് ക്ലീൻ ആക്കി ഒന്ന് സെറ്റപ്പ് ആക്കി കഴിയുമ്പോഴത്തേക്കും പോകാനുള്ള സമയമാവും ഡ്യൂട്ടിക്ക്. ഇതൊക്കെയാട്ടോ നമ്മുടെ ഇവിടുത്തെ ഗൾഫ് ജീവിതം എന്ന് പറയുമ്പോൾ. ഗൾഫ് ജീവിതം എന്നല്ല, എല്ലാവർക്കും ഇങ്ങനെയല്ല. വീട്ടമ്മമാരുടെ അവസ്ഥ ഇതൊക്കെ തന്നെയാണ്. അല്ലാതെ വലിയ സുഖമൊന്നുമില്ല. പക്ഷേ നമ്മളതിലും സമയം കണ്ടെത്തി എൻജോയ് ചെയ്ത് ലൈഫ് നല്ല രീതിയിൽ അടിപൊളിയായിട്ട് മുമ്പോട്ട് പോയാലാണ് നമ്മുടെ ലൈഫ് സക്സസ് ആകുകയുള്ളൂ. അല്ല ഗൈസ്? ഭയങ്കര കിടക്കുന്ന കോലം കണ്ടോ? ഇതെല്ലാം എൻ്റെ മകളുടെ കലാവിരുതാണ് ഗൈസ്. ഇതെല്ലാം ഒന്ന് വൃത്തിയാക്കി എടുത്തു വെച്ചിട്ട് വേണം പോകാൻ. പിന്നെ ഇതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഉണ്ടാക്കി വെച്ച ഫുഡെല്ലാം എടുത്തിട്ട് നമ്മുടെ ബെഡ്റൂമിൽ കൊണ്ടുവച്ചു. ഇവിടെ നമ്മൾ സ്റ്റുഡിയോയിലാണ് താമസിക്കുന്നത് കേട്ടോ. അതിന് അങ്ങനെ വെച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഭയങ്കര ചൂടാവുമ്പോൾ നമ്മുടെ അടുക്കളയിലേക്ക് AC-ൻ്റെ ഇത് കുറവായതുകൊണ്ട് നമ്മൾ അടുക്കളയിൽ ഫുഡെല്ലാം ഉണ്ടാക്കി വെച്ചിട്ട് ചൂടോടെ ഉണ്ടാക്കി വെച്ച് മൂടിയിട്ട് പോയിട്ടുണ്ടെങ്കിൽ വരുമ്പോഴത്തേക്കും നല്ല രീതിയിൽ വലിച്ചു കുളിച്ചിരിക്കുന്നുണ്ട് ആണ് നമ്മളെ ഇവിടെ കൊണ്ടുവച്ചേക്കുന്നത്. ഇവിടെയൊക്കെ നമ്മൾ ഒന്നെങ്കിൽ ഫ്ലാറ്റിൽ താമസിക്കുന്നുണ്ട്, പിന്നെ അല്ലെങ്കിൽ വില്ലയിൽ താമസിക്കുന്നവരുണ്ട്. നമ്മൾ വില്ലയിൽ സ്റ്റുഡിയോയിലാട്ടോ താമസിക്കുന്നത്. അപ്പം ഇത് നമ്മൾ സാറ്റിസ്ഫൈ ആണ്. ഞാനിപ്പോൾ വീഡിയോ ഒക്കെ ഇടുമ്പോൾ എല്ലാവരും ഓർക്കുന്നുണ്ടാവും, ഓ ഇത്രയും എന്തൊരു കോലമാണെന്നൊക്കെ വിചാരിക്കുന്നുണ്ടാവും. പക്ഷെ നമുക്ക് ഇവിടെ താമസിക്കുമ്പോൾ ഇതൊക്കെ ഒരു വലിയ അനുഗ്രഹം തന്നെയാണ് ഗൈസ്. ഇങ്ങനെയൊക്കെ ഒന്ന് നമുക്ക് ഒരു വില്ലയിലൊക്കെ താമസിക്കാൻ പറ്റുക എന്ന് പറയുന്നത് അത് വലിയൊരു അനുഗ്രഹം തന്നെയാണ് കേട്ടോ. അതൊക്കെ നമ്മുടെ ഗൾഫിൽ ജീവിക്കുന്നവർക്ക് പറഞ്ഞാലേ മനസ്സിലാവുകയുള്ളൂ. നമ്മൾ നാട്ടിലൊക്കെ കുറേ റൂമുകളിൽ താമസിച്ച് ഇങ്ങനെ പോയിട്ട് നമ്മൾ ഇവിടെ വന്നൊന്ന് അഡ്ജസ്റ്റ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ ഇതാണ് നമ്മുടെ ലോകം കേട്ടോ. അപ്പം പിന്നെ എന്നാ, ഞാൻ കുറേ നാളായിട്ടോ ഇങ്ങനെ വീഡിയോസൊക്കെ ഇടണം എന്നൊക്കെ വിചാരിച്ചിട്ട് എന്നും ആഗ്രഹമുണ്ട്. പിന്നെ വേറൊരു വലിയൊരു സന്തോഷ വാർത്ത പറയാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ കഴിഞ്ഞ ദിവസം ഒരു സാധനം വാങ്ങാൻ വേണ്ടി വേർമാട്ട് എന്ന് പറഞ്ഞൊരു ഷോപ്പിൽ പോയിട്ടുണ്ടായിരുന്നേ. അവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേർമാട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല സാധനങ്ങളെല്ലാം അഫോർഡബിളായിട്ട് റേറ്റിൽ കിട്ടുന്ന ഒരു സ്ഥലം കേട്ടോ. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പം എന്നോട് അവിടുത്തെ ക്യാഷറായിട്ടുള്ള ഒരു പെങ്കൊച്ച്, മലയാളിയായിരുന്നു, എന്നോട് ചോദിച്ചു, ചേച്ചി ഇപ്പോൾ വീഡിയോസ് ഒന്നും കാണുന്നില്ലല്ലോ, എന്തു പറ്റിയെന്ന്. അപ്പം എനിക്ക് വളരെ സന്തോഷമായി ഗൈസ്. മറ്റൊന്നുമല്ല, നമ്മളെ ഇഷ്ടപ്പെടുന്നവർ, നമ്മളെ അന്വേഷിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടെന്ന് നമ്മൾ പോലും പ്രതീക്ഷിക്കാതെ അറിഞ്ഞു കഴിയുമ്പോൾ അതൊരു സന്തോഷമല്ലേ? എനിക്ക് സന്തോഷമായി കേട്ടോ. നമ്മൾ വലിയ വ്ളോഗറൊന്നും അല്ലെങ്കിലും നമ്മുടെ കൊച്ചു വീഡിയോസ് നമ്മളെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടല്ലോ എന്ന് പറയുമ്പോൾ നമുക്കൊരു സന്തോഷമല്ലേ? ഞാൻ ഈ ലഞ്ചിൽ നിന്ന് കാണിച്ചതിൻ്റെ ഒരു പ്രത്യേകതയുണ്ട് ഗൈസ്. ഇങ്ങനെ കാണുമ്പോൾ കുറേ ക്വാണ്ടിറ്റി ആയിട്ട് ചോറ് തോന്നും, പക്ഷേ ഏകദേശം ഒരു 1.25 തവിയെ ചോറ് എടുത്തിട്ടുള്ളൂ കേട്ടോ. ഡയറ്റിൻ്റെ ഭാഗമാണ് ഗൈസ്. കാരണം വണ്ണം വെച്ചു, അത് കാരണമാണ്. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു, എനിക്ക് ഭയങ്കരമായിട്ട് വണ്ണം വെക്കുന്നു, എനിക്ക് എങ്ങനെയെങ്കിലും എൻ്റെ വണ്ണം കുറയ്ക്കണം, അതിന് പറ്റിയ ഒരു ടിപ്പ് പറഞ്ഞു തരാനേ. അപ്പോൾ എൻ്റെ മനുഷ്യൻ പറയുവാണേ, നീ അങ്ങ് തീറ്റ കുറച്ചാൽ മതി, അപ്പോൾ വണ്ണമൊക്കെ അങ്ങ് നല്ല നോക്കോളൂ. എന്നെ കളിയാക്കി വിട്ട് ഗൈസ്. എന്തായാലും ഇത് മുമ്പോട്ട് പോകാതെ പറ്റത്തില്ലെന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെ ഈ കടല വരട്ടിയത്, പിന്നെ പാലക്ക് തോരൻ കേട്ടോ. ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ, പാലക്ക് വാങ്ങിയിട്ട് അത് കറി വെച്ച് നോക്കണം എങ്ങനെയാണെന്ന് പറയാനൊക്കെ. അങ്ങനെ ഞാൻ ഇന്ന് തോരൻ വെച്ചു. തോരൻ വെച്ച് കുഴപ്പമില്ല, നമ്മുടെ മത്തേലയൊക്കെ തോരൻ വെക്കുന്നതിൻ്റെ ഒരു ടേസ്റ്റൊക്കെയാണ് വരുന്നത് കേട്ടോ. പിന്നെ ചാറുകറിയായിട്ട് സെയിം പാലക്കും പരിപ്പും കൂടെ വെച്ചു കേട്ടോ. ശരിക്കും പാലക്കും പരിപ്പും കൂടെ ചാറുകറി വെക്കാൻ ആരായിരുന്നു ഇരുന്നത്. അപ്പോൾ ഹെസമോളെ കൺസിഡർ ചെയ്തിട്ടാണ് തോരൻ വെച്ചത്. അപ്പം എനിക്ക് ശരിക്കും ഇത് രണ്ടും കൂടെ കമ്പയർ ചെയ്ത് നോക്കിയപ്പം എനിക്ക് തോരൻ വെച്ചത് തന്നെയാണ് ടേസ്റ്റ് ഇഷ്ടപ്പെട്ടത്. ഇത് നമ്മൾ പരിപ്പും നമ്മുടെ പാലക്കും കൂടെ ഒരുമിച്ചിട്ട് വേവിച്ച് ചാറുകറി പോലെ വെച്ചു. പിന്നെ നമ്മുടെ ഹൈലൈറ്റ് ആയിട്ടുള്ള അതിൻ്റെ പേരെന്നായിരുന്നു, കേതൽ. അങ്ങനെ ടേസ്റ്റ് ഉണ്ട് ഗൈസ്. എന്തായാലും എൻ്റെ വണ്ണം കുറയ്ക്കണം. എൻ്റെ കെട്ടിയൻ കളിയാക്കി വിട്ടേക്കുവാണ്, മെലിഞ്ഞ മനുഷ്യനെ. കേൾക്കണ്ട, ഞാൻ ഈ വീഡിയോ ഇടുമ്പോൾ ആ മനുഷ്യനെന്നെ എന്താ ചെയ്യുമെന്ന് അറിയത്തില്ല കേട്ടോ ഗൈസ്. അങ്ങനെ ക്ലീനിങ് പരിപാടിയൊക്കെ കഴിഞ്ഞു. ഇനി പോയിട്ട് ഒരുങ്ങണം, അല്ലെങ്കിൽ ഡ്യൂട്ടിക്ക് പോകാൻ സമയം പോകും ഗൈസ്. ഫിനിഷ്. അങ്ങനെ പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞിട്ട് ഡ്യൂട്ടിക്ക് പോകാൻ വേണ്ടി ഇറങ്ങുവാണ്. ഇന്നും ഈവനിങ് ഡ്യൂട്ടി ആട്ടോ. അപ്പം പറ്റുന്ന വിശേഷങ്ങളൊക്കെ നോക്കട്ടെ, ആഡ് ചെയ്യാൻ വേണ്ടി പറ്റുമെന്ന്.
നല്ല പൊരിഞ്ഞ വെയിലാട്ടോ, നല്ലൊരു കുട ചൂടിയിട്ടുണ്ട്. അതൊരു നമ്മുടെ സാറ്റിസ്ഫാക്ഷൻ. ഇന്ന് അധികം നടന്നു പോവണ്ടാത്തതുകൊണ്ടാണ് ഗ്ലാസ് വെക്കാത്തത്. കുറേ ദൂരമൊക്കെ നടന്നു പോകുന്ന ദിവസങ്ങളിൽ ഗ്ലാസ് വെക്കാതെ നിവർത്തിയില്ല ഗൈസ്, കണ്ണിങ്ങനെ അടഞ്ഞു പോകും. ഇന്ന് കുറേ പേര് ഇങ്ങനെ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, മെസ്സേജ് അയച്ചിട്ട് നമ്മൾ UAE അബുദാബിയിലേക്ക് എങ്ങനെയാണ് എക്സാം എഴുതാതെ വന്ന ജോലി കിട്ടുമെന്നൊക്കെ ചോദിച്ചായിരുന്നു. നമുക്ക് എക്സാം എഴുതി കയറി വരുന്ന കേട്ടോ ഏറ്റവും നല്ലത്. കാരണം ഒരു ലൈസൻസ് ഉള്ള സ്റ്റാഫിന് 1 ലക്ഷം 1.5 ലക്ഷം കിട്ടുന്നിടത്ത് ലൈസൻസ് ഇല്ലാതെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫിന് കിട്ടുന്ന വെറും 50,000 60,000 രൂപയായിരിക്കും. അപ്പം എന്തുകൊണ്ടും ലൈസൻസ് ആക്റ്റീവ് ആക്കിയിട്ട് ജോലിക്ക് കയറുന്നതായിരിക്കും ഏറ്റവും നല്ലത് കേട്ടോ. അങ്ങനെ ഞാൻ വർക്കിന് കയറാൻ വേണ്ടി പോവുകയാണ്. ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ, സീ യു.